അമേരിക്കയെ തകർക്കാനായി പുടിൻ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സത്യത്തിൽ അമേരിക്കയെ തകർക്കാൻ റഷ്യയ്ക്ക് സാധിക്കുമോ? ശരിക്കും പറയാം, പുടിൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും പരസ്യപ്പെടുത്തിക്കൊണ്ടല്ല, വളരെ കൃത്യമായിട്ട് നടപടിക്രമങ്ങളുടെ അനുസരിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ വന്നു ഭവിക്കുന്നത് ട്രംപിനെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരായിട്ടാണ്. നിലവിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരീക്ഷണങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് പറഞ്ഞു, ഇനി ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ നിങ്ങൾക്കൊരു വാർണിംഗ് തരികയാണ്, അതനുസരിച്ച് നിങ്ങളുമായിട്ടൊരു ഡയറക്റ്റ് ചർച്ച നടത്തും, ഈ ചർച്ച നടത്തിയതിന് ശേഷം ഇതിൽ നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഡയറക്റ്റ് ചർച്ചയ്ക്ക് തയ്യാറല്ല. എന്തായാലും ലോകരാജ്യങ്ങളൊക്കെ ഇടപെടുന്നു. ഒടുവിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒമാനിൽ വെച്ച് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലൊരു ചർച്ച നടത്തി. ഈ ചർച്ച ഒരു ക്ലോസ്ഡ് റൂം ഡിസ്കഷനാണ്, അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചയായതുകൊണ്ട് വിവരങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം ഒന്നാം ഘട്ട ചർച്ചയുടെ തുടർച്ച എന്ന നിലയിൽ ഈ മാസം 19-ാം തീയതി തന്നെ രണ്ടാം ഘട്ട ചർച്ച നടത്തും. പക്ഷേ അത് ഒമാനിലായിരിക്കില്ല, പകരം നടത്തുന്നത് യൂറോപ്യൻ രാജ്യത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ റോമിൽ വെച്ച് ചർച്ച നടത്താനുള്ള സാധ്യതകളാണ് പുറത്തു വരുന്നത്. ഇതിനു മുമ്പുണ്ടായ ഏറ്റവും ഗൗരവമായ സംഭവം എന്ന് പറയുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട് അബ്ബാസ് അരഗാച്ചി നേരെ റഷ്യയിലേക്ക് പോകുന്നു. മോസ്കോയിൽ ചെന്നിട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രിയായ സെർജി ലാവ്റോയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. എന്തിനാണ് രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക ഒരു ചർച്ച നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന അബ്ബാസ് അരഗാച്ചി റഷ്യയിലേക്ക് പോകുന്നത്? അപ്പോൾ മോസ്കോയിലേക്ക് പോകുന്നത് നേരത്തെ ആലോചിച്ചുറപ്പിച്ച ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാരണം അമേരിക്കയ്ക്ക് എപ്പോഴും ഭീഷണി ഉള്ളത് റഷ്യയുടെ ഭാഗത്ത് നിന്നാണ്. അടുത്ത കാലത്തായിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി പുടിനുമായിട്ട് ചില സന്ധി സംഭാഷണങ്ങൾ ഏർപ്പെടുകയും സെലൻസ്കിയെ തള്ളിക്കളയുകയൊക്കെ ട്രംപ് ചെയ്തിരുന്നു. അന്ന് പറഞ്ഞു, പുടിനുമായിട്ട് ഞങ്ങൾ കൈകോർക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തി. റഷ്യ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ഈ ആക്രമണം നടത്തിയത് F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം ഉപയോഗിച്ചാണ്. F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം അമേരിക്കയുടെ ഏറ്റവും വിനാശകരമായ ഫൈറ്റർ ജെറ്റാണ്. ഇതിനെ വളരെ സിമ്പിളായിട്ട് റഷ്യ അടിച്ച് തകർത്തു കളഞ്ഞു. അത് ഓടിച്ച വൈമാനികനെയും കൊന്നു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ റഷ്യ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു മൂന്നാം ലോക യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് അമേരിക്ക ഇറാന് നേരെ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താമെന്ന് പറയുന്നു. അങ്ങനെ ആക്രമണം നടത്തിയാൽ അമേരിക്ക ഉപയോഗിക്കുന്ന F-16 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ്. അതിനെയൊക്കെ സിമ്പിളായിട്ട് തകർക്കാനേ ഉള്ളതെന്ന് റഷ്യ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റഷ്യ ഇതിനകത്തൊരു കീ പ്ലെയറാണ്. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. റഷ്യ പറയുന്നു, ഇപ്പോൾ നടത്തിയ യുദ്ധങ്ങളൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചകളൊക്കെ നല്ലതാണ് ഇറാൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയും മേഖലയിൽ സംഘർഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകരുത്. മാത്രമല്ല നയതന്ത്രപരമായ ചർച്ചകളുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. അപ്പോൾ ട്രംപിനൊന്നും മനസ്സിലാകുന്നില്ല. പുടിൻ ആലോചിച്ചുറപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു, ട്രംപ് പൊട്ടനാട്ടം കാണുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥയിൽ അടച്ചിട്ട മുറിയിൽ വെച്ച് ചർച്ച നടത്താനായിട്ട് അമേരിക്ക അയച്ചത് വിറ്റ്കോഫ് എന്ന് പറയുന്ന അവരുടെ പ്രതിനിധിയാണ്. ഇപ്പുറത്ത് വന്നത് അരഗാച്ചിയാണ്, അത് അബ്ബാസ് അരഗാച്ചി. ഇരുവരും തമ്മിൽ രണ്ട് മുറിയിലിരുന്നാണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്. കാരണം നേരിട്ടൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ പറയുകയും നേരിട്ടുള്ള ചർച്ച വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചർച്ചയുടെ അവസാന നിമിഷത്ത് ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറോളം അബ്ബാസ് അരഗാച്ചിയും വിറ്റ്കോഫും തമ്മിൽ ചർച്ച നടത്തി. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളനുസരിച്ച് ഇറാൻ അനുകൂലമായിട്ടാണോ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉണ്ട്, അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഏജൻസി ഫെബ്രുവരിയിൽ ഇറാനിൽ നടത്തിയ പരിശോധനയിൽ അവിടെ 274 കിലോഗ്രാം യുറേനിയം, സമ്പുഷ്ട യുറേനിയം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 90% സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം ഉണ്ടെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാം. ഇതുണ്ടെന്ന് നേരത്തെ കണ്ടെത്തി. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അവർ അണുവായുധങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉദ്യോഗസ്ഥർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ അവിടെ വന്ന് പരിശോധിക്കാം, അതിനുള്ള അനുമതി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഇറാൻ്റെ പ്രതിനിധി റഷ്യയിൽ പോയി സംസാരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ആയുധങ്ങളൊക്കെ തന്നെ അവർക്ക് നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ചെല്ലുന്നത്. കാരണം F-35 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം ഈ പറയുന്ന അമേരിക്കയിലുണ്ട്. അതുപോലെ തന്നെയാണ് F-16 എന്ന് പറയുന്നത്. പക്ഷേ F-16 ലോക വിപണിയിൽ വലിയ മാർക്കറ്റ് ഇല്ല എന്ന് കാണിച്ചു തരാൻ ഈ റഷ്യ നടത്തിയ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അമേരിക്കയുമായിട്ടൊന്ന് സംസാരിച്ച് തീർക്കണം. കാരണം ഇറാൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഇറാനിലെ അയത്തുള്ള അലി ഖമനേയിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളല്ലേ. അതെ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇസ്രായേലിനെയും അമേരിക്കയും ഒരുപോലെ പൂട്ടണം. അതിന് റഷ്യയുടെ സഹായം ആവശ്യമാണ്. റഷ്യ ഇടയ്ക്ക് നിന്ന് ഇറാനെ സഹായിക്കുന്ന തരത്തിൽ റഷ്യ കളിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയെ ഒന്ന് പേടിപ്പിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടുവന്നാലും അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശക്തി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് കളിക്കുമ്പോൾ ആളറിഞ്ഞ് സൂക്ഷിച്ചു വേണം കളിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കയെ പോലെ ആയുധ ശേഖരണത്തിലൊക്കെ വലിയ
തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ വലിയ ആയുധ ശേഖരണമൊക്കെ ഉള്ള ഒരു രാജ്യത്തെ തകർക്കാൻ റഷ്യ പോലുള്ള ഒരു രാജ്യത്തിന് സാധിക്കുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പണപ്പെരുപ്പ് എന്ന് പറയുന്നത് 30% കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നു. കറൻസിയുടെ മൂല്യം കുറയുന്നു, തൊഴിലില്ലായ്മ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഇല്ലാത്ത, വെള്ളമില്ലാത്ത, ആവശ്യത്തിന് ഫുഡില്ലാത്ത ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമേരിക്കയുമായി ഒരു ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അമേരിക്ക പറയുന്നത് നിങ്ങൾ ആണവായുധങ്ങളുടെ പരീക്ഷണവുമായി മുന്നോട്ട് പോരുത്. ഇറാൻ പറയുന്നു ഞങ്ങൾക്ക് സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ട് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കണം, അതായത് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, മറ്റു ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ അമേരിക്ക പറയുന്നത് എന്താ, നിങ്ങൾ ഇതും പറഞ്ഞിട്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രംപ് ഇവർക്കെതിരെ തിരിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളോടുള്ള ചർച്ചയിൽ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നേരെ നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോയി ബോംബിടും, നിങ്ങളുടെ രാജ്യത്തെ തകർക്കും. അപ്പോഴാണ് റഷ്യയുടെ ഇടപെടലിനെ നമ്മൾ ഗൗരവത്തോടെ കണ്ടത്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഈ ആണവ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ റഷ്യ ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിച്ച് ഇതിനകത്തൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനുണ്ട് റാഫേൽ ഗ്രോസി ഈ ആഴ്ച തന്നെ ഇറാനിലേക്ക് ചെല്ലുകയും അബ്ബാസ് അരഗാച്ചി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അങ്ങനെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ റഷ്യയുടെ ഇടപെടൽ അവിടെ നിർണായകമാണ്. കാരണം ഇറാൻ്റെ നേതൃത്വത്തോട് എന്താണ് ഈ റഷ്യൻ പ്രസിഡന്റ് പറയുന്നതെന്ന് നമുക്കറിയില്ല. കാരണം അയത്തുള്ള അലി ഖമനൈ ഒരു നിലപാട് പറയുമ്പോൾ ഇവിടെ ഇപ്പുറത്തെ ഭാഗത്ത് പെഷസ്കിയാൻ അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് തീർക്കാം, അമേരിക്ക ഇവിടെ വലിയ ഇൻവെസ്റ്റ് കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിലപാട് മാറ്റുന്നു. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഈ പറയുന്ന പെഷസ്കിയാനുമായി ചേർന്ന് മറ്റെന്തെങ്കിലും ഒരു ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്താൽ ഇവർക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അമേരിക്ക അറിയാതെ ഇറാന് കുറച്ച് ഈ പറയുന്ന വ്യോമ പ്രതിരോധ സാധനങ്ങൾ, ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ തന്നെ റഷ്യ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ റഷ്യ അനങ്ങാതിരിക്കുകയും ഇറാനെ കൊണ്ട് അമേരിക്കയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യും. അമേരിക്ക ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന UK നിയന്ത്രണത്തിലുള്ള ഒരു ദ്വീപുണ്ട്. അവിടെ B-2 പോലെയുള്ള സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ കൊണ്ട് നിർത്തുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവരുടേതായ ഒരു പഴയ എയർബേസ് ഉണ്ടായിരുന്നു. അവിടെ 2000-3000 ആർമി ഉദ്യോഗസ്ഥരെ കൊണ്ട് നിർത്തുന്നു, കുറച്ച് യുദ്ധവിമാനങ്ങൾ കൊണ്ട് നിർത്തുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എല്ലാ വശത്തു നിന്നും ഒന്നിച്ച് അറ്റാക്ക് ചെയ്യും, ഒപ്പം ഇസ്രയേലും ആക്രമിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാന് പ്രതിരോധിക്കാൻ പറ്റില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുട്ടിനെ ആശ്രയിച്ചുകൊണ്ട് ഇറാൻ മറ്റൊരു നടപടി സ്വീകരിക്കുന്നത്. കാലങ്ങളായിട്ട് ഇറാൻ ആയുധങ്ങൾ നൽകുന്നത്, വ്യോമ പ്രതിരോധ സംവിധാനം നൽകുന്നതൊക്കെ തന്നെ റഷ്യയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ റഷ്യ പറയുന്നത് എന്തെങ്കിലും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ അവരെ സഹായിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സഹായിക്കില്ല എന്നേ ഉള്ളൂ, പരോക്ഷമായി എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം. അപ്പോൾ ട്രംപിനെ തീർക്കാനായിട്ട് പുട്ടിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയാം, റഷ്യക്ക് കഴിയും. ഉക്രൈൻ പോലൊരു രാജ്യത്തിനെതിരെ ഇത്രയും യുദ്ധം നടത്തിയിട്ടും റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ 1% പോലും കൃത്യമായിട്ട് ഉക്രൈനെതിരെ ഉപയോഗിച്ചില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഏതാണ്ട് 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഈ പറയുന്ന സുവി എന്ന് പറയുന്ന ഉക്രൈൻ്റെ ഒരു മേഖലയിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ട്രംപ് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ പുടിൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറാൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2ാം ഘട്ട ചർച്ച റോമിൽ നടക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് അനുസരിച്ചായിരിക്കും ഇറാൻ നിലപാട് സ്വീകരിക്കുന്നത്. അതിനെ ട്രംപ് എങ്ങനെ കൈകാര്യം ചെയ്യും? ട്രംപിനോട് ചോദിച്ചു ഈ പ്രശ്നം എങ്ങനെ തീരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഉണ്ടായ ചർച്ച വിറ്റ്കോഫ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയും ഈ ചർച്ച വളരെ പോസിറ്റീവായിട്ട് കഴിയും, അതിൻ്റെ അവസാനം വരട്ടെ, എന്നിട്ട് മാത്രം ഞാൻ പ്രതികരിക്കാം. അതല്ല എങ്കിൽ ഞങ്ങളുടെ നിലപാടിനെതിരെ നിലകൊണ്ടാൽ അവിടെ ഞങ്ങൾ ബോംബിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കാനും അതുവഴി ഒരു 3ാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിടാനും അമേരിക്ക ശ്രമിക്കുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ റഷ്യയുണ്ട് പ്രതിരോധിക്കാൻ, നിങ്ങൾക്കെതിരെ റഷ്യ നിലകൊള്ളുമെന്ന് പുടിൻ പറയാതെ പറയുകയാണ് ട്രംപിനോട്.